ഇത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ്? അല്ല, ഞാൻ ഇപ്പൊ മേടിച്ചു കൊടുത്താണ്. ഇപ്പൊ അദ്ദേഹം ഞാനായിട്ട് ഇന്നിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്, പരിചയപ്പെടുകയാണ്, സംസാരിച്ചെന്നുള്ള മാത്രമേ. വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടോ? അല്ല, അതിനെ വീഡിയോയിൽ കാണാൻ നമ്മൾ ഇവിടെ ആരെങ്കിലും വന്നാൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കൂല. നമ്മൾ ഒരെണ്ണത്തിനുള്ള ഒരാൾ ഇത്രയും ദൂരം വണ്ടി ഓടി അല്ലെ വണ്ടി വിളിച്ച് വന്ന അവർക്ക് എന്തായാലും ഉപയോഗം വരണം. രണ്ടെണ്ണത്തിന് വാങ്ങിച്ചു കൊടുത്തു. രണ്ടെണ്ണം ഇപ്പൊ മേടിച്ചു കൊടുക്കുകയാണ്. വാങ്ങിച്ചു കൊടുത്തു. ഇത് എങ്ങോട്ടാ പുള്ളിയുടെ സ്ഥലം? എവിടെ? അദ്ദേഹം കൊട്ടിയത്തോളാം അല്ലേ? കൊട്ടിയത്തൂന്ന് നമ്മുടെ മാമൻ ചന്ത വാങ്ങിച്ചിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് അക്ബറിനെ കണ്ടു. പുള്ളിക്കാരനെ വീഡിയോക്കകത്ത് കണ്ടിട്ട് രണ്ടെണ്ണത്തിനെ വാങ്ങിച്ചു. ഈ രണ്ടെണ്ണം എന്നാ വിലയായി? 48 വിലയൊക്കെ ഇപ്പൊ ആൾക്കാർ അറിയട്ടെ. അത് വില അക്ബർക്ക് വില നമുക്ക് എപ്പോഴും ഒരേപോലെ ഒന്നും ഇരിക്കത്തില്ലല്ലോ. ഇല്ല, അന്നോട് നമുക്ക് അവിടെ നിന്ന് അവർക്ക് മാട് കിട്ടുന്നതനുസരിച്ച് വന്ന് 100 രൂപ കിട്ടത്തെ കയ്യിലാണെങ്കിൽ അവർ അതിന്റെ ലെവല് കൊടുക്കുന്നല്ലേ. അതല്ല ഒരു പക്ഷേ 100 രൂപ കൂടുതല കുറവാക്കാൻ ചില സമയം വരും. ശരി, ചില സമയത്ത് കുറച്ചിരിക്കും. അല്ല, അത് തന്നെ ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന കുട്ടികളൊക്കെ 16 രൂപ കൊടുത്ത കുട്ടികളുണ്ട്, 18 രൂപ കൊടുത്ത കുട്ടികളുണ്ട്. സൈസിനനുസരിച്ചുള്ള വിലയും. ശരി. അപ്പൊ നമുക്ക് ഈ രണ്ട് കുട്ടികൾ ഇന്ന് കിട്ടിയ വില ചിലപ്പോൾ അടുത്ത ആഴ്ച കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കാത്തു കൊടുക്കാനും പറ്റും അല്ലേ? ചന്തയിൽ പോത്ത് വരുന്ന അനുസരിച്ച്, മാട് വരുന്ന അനുസരിച്ച്. ഇപ്പൊ ഇവിടെ വന്ന 300 മാട് വന്ന ഇവിടെ ആരും ഇവിടെ വന്നിട്ട് അത് കൊള്ളൂരുമ്പോ ആരും തഴഞ്ഞ് കളഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. ശരി, നമ്മളപ്പോ ചന്തയാന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. തൂക്കിയൊന്നും അല്ല, അത് മോഹ വിലയാണ്. 2-4 ഒരേ കുട്ടി കണ്ടാൽ ചിലപ്പോ നമ്മൾ ചോദിക്കുന്ന പൈസ അതിനേക്കാലം കൂടുതൽ അവർ മനസ്സിൽ ആഗ്രഹിച്ചു. എന്നാലും ഇത് ഇപ്പൊ എന്നാ ലൈവ് എന്നാ എത്ര രൂപയാണോ ഓരോന്ന്? ഒരു 10-300 വെച്ച് കാണോ? ലൈവ് തൂക്കാണെന്നുണ്ടെങ്കിൽ 300 രൂപ കുറയില്ല. 300 രൂപയ്ക്ക് മുകളിലോട്ടല്ലേ കുറയത്തില്ല. പിന്നെ ഇതൊക്കെ ഇത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ പലയിടത്തും ഒക്കെ 400-450 രൂപ വിൽക്കണം. ഇവിടെ തന്നെ മേടിച്ചിട്ട് പോയി 400 രൂപ 420 രൂപയ്ക്ക് ധൈര്യമായിട്ട് ഇറക്കി കൊടുക്കാം. ധൈര്യം മറ്റേ കല്യാണമതിക്ക് നമുക്ക് അടുത്ത പെരുന്നാൾ വരെ വലിയ പെരുന്നാൾ വരെ നിർത്താനായിട്ട് മാന്യമായിട്ടുള്ള പൈസ എടുക്കാം. കുറെ വിലപേശൽ നടന്നിട്ട് മാന്യ വിലയിൽ അവസാനം അടുപ്പിച്ചല്ലേ? പിന്നെ നിങ്ങൾ ഇന്ന് വാങ്ങിക്കുന്നില്ല ഒന്നും? ഞാൻ ഇപ്പൊ മേടിക്കാം, എങ്കിലും മേടിക്കാം. വാങ്ങിക്കണല്ലേ? അപ്പൊ നിങ്ങൾ സ്ഥിരം ആൾക്കാരായി ഇവിടുത്തെ അല്ലേ? ഇപ്പൊ വീഡിയോ കണ്ട് പുള്ളിക്കാരനെ കണ്ട് ഇവിടെ ഒന്ന് പരിചയപ്പെട്ട് പുള്ളിക്കാരൻ നമ്മൾ ഇതിനു മുമ്പ് യാതൊരു പരിചയം എല്ലാം ഉണ്ടായിരുന്നാ സാഹിബേ. ഇതിനു മുമ്പ് നമ്മൾ യാതൊരു പരിചയമുള്ള ആളല്ല. പിന്നെ ഇവിടെ കണ്ട് സംസാരിച്ച് ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ കൂടെ പറ്റുന്ന നമ്മളെ കണ്ട് വേണ്ട സഹായം. ഓക്കെ.